ശ്ലീഹ നാലാം തിങ്കൾ. മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്നു. രക്തസ്രാവക്കാരി ഇരിക്കുന്നിടം പോലും അശുദ്ധമായിരിക്കും. അവ സ്പർശിക്കുന്നവരും അശുദ്ധരാകും. ലേവ്യർ 15:26-27 എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പല വൈദ്യന്മാരെയും കാണിച്ചിട്ടും കൈവശമുള്ളതെല്ലാം ചിലവഴിച്ചിട്ടും 12 വർഷമായി അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയില്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ഇക്കാരണത്താൽ ജീവനുണ്ടെങ്കിലും മൃതശരീരത്തോടെന്ന പോലെയാണ് ഇത്രകാലം മനുഷ്യർ അവളിൽ നിന്ന് അകലം പാലിച്ചത്. അപ്പോഴാണ് രോഗികളോടും അശരണരോടും കരുണ കാട്ടുന്നവൻ എന്ന് ഖ്യാതി നേടിയ യേശു ആ വഴി കടന്നു വരുന്നതായി അവൾ അറിഞ്ഞത്. ജനക്കൂട്ടത്തിനിടയിലൂടെ കടന്നു കയറി അവൾ രഹസ്യമായി അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിച്ചു. ഉടനെ രക്തസ്രാവം നിലച്ചതായി അവൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നറിഞ്ഞ യേശു തിരിഞ്ഞ് നിന്ന് ആരാണ് തന്നെ സ്പർശിച്ചതെന്ന് ആരായുമ്പോൾ ശിഷ്യരും ജനക്കൂട്ടവും ആശ്ചര്യപ്പെട്ടു. കാരണം തിക്കിത്തിരക്കി മുന്നോട്ട് പോകുന്നതിനിടയിൽ ആരാണ് അവനെ സ്പർശിച്ചതെന്ന ചോദ്യം അസ്ഥാനത്തായി അവർക്ക് തോന്നി. പക്ഷേ തന്നെയാണ് യേശു അന്വേഷിക്കുന്നതെന്നറിഞ്ഞ് ഭയന്ന് വിളിച്ച് ആ രക്തസ്രാവക്കാരി മുന്നോട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണ് സത്യം ഏറ്റുപറഞ്ഞപ്പോൾ അലിവ് തോന്നി. ജനക്കൂട്ടത്തെ മറന്ന് അവളെ നോക്കി, മകളെ എന്ന് വിളിച്ച്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. റോമ 10:9. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പസ്തോലപ്രവർത്തനം 16:31 ഇപ്രകാരം എഴുതിയിരിക്കുന്നു. രക്തസ്രാവക്കാരിയെ പോലെ നിരൂപാധികം യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം അവന്റെ മക്കളാകും. ഈ ലോകത്തിലും പരലോകത്തിലും അവളെപ്പോലെ നാമും അനുഗ്രഹിക്കപ്പെടും.